ശക്തികൾ തെറ്റായി ഉപയോഗിക്കുന്നു. കുഞ്ഞുമൃഗങ്ങളെ പേടിപ്പിച്ച് അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ ജീവൻ നീ എടുക്കുന്നു. ഞാൻ നിന്നെയും കഴിക്കും, മനസ്സിലായോ? എന്നെ നിനക്കറിയില്ല. നിനക്കിനി മനസ്സിലാവും പേടി എന്താണെന്ന്. ജൽപരി മാന്ത്രിക വടിയെടുത്ത് ഷേർ സിംഗിനെതിരെ കാണിച്ചു. അവൻ ഒരു എലിയായി മാറി. ഒരു കാട്ടിൽ മിങ്കിമാനും മോട്ടുമാനും ഒരുമിച്ച് ജോഡികളായി താമസിച്ചു. അവര് നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം ഇന്ന് മിങ്കിമാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി. എല്ലാ മൃഗങ്ങളും അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ ഈ സന്തോഷം ഇരട്ടി സന്തോഷത്തിലാക്കാൻ ശ്രമിച്ചു. മിൻകിമാനെ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ കുട്ടിയും ഓട്ടത്തിൽ മുൻപന്തിയിലായിരിക്കും. ഞങ്ങൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴേക്കും ഷേർ സിംഗിന്റെ ശബ്ദം കേട്ട് എല്ലാരും ഒന്ന് പേടിച്ചു. നിൽക്ക്, കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ട് സുഹൃത്തെ. ഷേർ സിംഗ് മോട്ടുമാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് എനിക്ക് മാനിന്റെ മാംസം കഴിക്കാൻ തോന്നുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മോട്ടുമാനെ നീ എന്റെ അടുത്തേക്ക് വരാഞ്ഞത്? ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സന്തോഷമുള്ളതാ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ മൃഗങ്ങൾക്ക് നിങ്ങളെ പേടിയാണ് എന്നും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ള അത് വേണ്ട. ഞങ്ങളുടെ കാട്ടിലെ രാജാവ് ഷേർ ഖാൻ ആയിരുന്നു. അദ്ദേഹത്തെ ശിക്കാരി വണ്ടി വന്ന് കൊണ്ടുപോയി. അതും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാന്ന് നീ വിചാരിക്കണ്ട. ഒരു സാധാരണ മാനായിട്ട് പോലും ഇത്രയ്ക്ക് ധൈര്യമോ? ഇനി കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഇതുവരെ ഞാൻ മോട്ടുമാനിനെ കൊല്ലാനേ പദ്ധതിയിട്ടിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾ മുഴുവൻ കുടുംബത്തെയും വേട്ടയാടാൻ പോവുകയാണ്. ഇത് പറഞ്ഞ് ഷേർ സിംഗ് മാന്റെ മുമ്പിൽ തന്നെ അവളുടെ ഭർത്താവ് മോട്ടുവിനെ കൊന്നുകളയും. അവൻ മരണപ്പെട്ടത് കണ്ട് എല്ലാ മൃഗങ്ങളും പേടിച്ചുപോയി. അവള് ഞെട്ടിപ്പകഞ്ഞുപോയി. നിങ്ങൾ ഇത് ചെയ്തത് തെറ്റാണ്. ദൈവം നിന്നോട് ഇതിന് പകരം വീട്ടുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ അപമാനിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. ഷേർ സിംഗ് മിൻകിമാന്റെ കാലിൽ ചെന്ന് കടിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ പാവം കുഞ്ഞിന്റെ കാലിലും കടിച്ചു. അത് കാരണം വലിയൊരു മുറിവ് തന്നെയായി. എന്റെ മോന്റെ കാല്. എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ടായിട്ടും ഷേർ സിംഗിന്റെ മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നുപോയി. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളെ രണ്ടുപേരെ മാത്രമേ മുടന്തന്മാരാക്കിയിട്ടുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയും. ഒരു ദിവസം നിങ്ങൾ ഷേർ സിംഗിനോട് എതിർത്തതിന്റെ അനുഭവം നിങ്ങൾ ഓർത്തു പോകും. നിങ്ങളുടെ കുഞ്ഞിന് 2 മാസമാകുമ്പോൾ മാത്രമേ ഞാൻ അതിനെ വേട്ടയാടുകയുള്ളൂ, നിങ്ങളുടെ ഭർത്താവിനെ ചെയ്തതുപോലെ. ഇത് പറഞ്ഞ് ഷേർ സിംഗ് അവിടുന്ന് പോയി. മിങ്കിമാൻ സ്വന്തം വേദന നോക്കാതെ തന്നെ മരിച്ചുപോയ അവളുടെ ഭർത്താവിന്റെ ശരീരവും അതുപോലെ കുഞ്ഞിന് സംഭവിച്ച ഈ ഒരു കാര്യവും ആലോചിച്ച് ഞെട്ടിപ്പകച്ചു നിന്നുപോയി. രാവിലെ ആയപ്പോ മിൻകിമാന്റെ കണ്ണു തുറന്നു. അവള് നോക്കുമ്പോൾ അവളുടെ മോൻ മുന്നു എണീറ്റ് കിടക്കുന്നു. അവനാകപ്പാടെ വിഷമം. എന്റെ മോന് വിശക്കുന്നുണ്ടാവും. പാവം വയ്യെങ്കിലും എണീറ്റ് നിന്ന് ഞൊണ്ടി ആഹാരം തപ്പി ഇറങ്ങി. ഒരുപാട് അന്വേഷിച്ചപ്പോ പച്ച പുല്ലുകൾ കിട്ടി. അത് കണ്ടപ്പോ അവൾക്കിത്തിരി സമാധാനം കിട്ടി. കുറച്ച് പുല്ലെങ്കിലും കിട്ടിയല്ലോ, സമാധാനം മോന് കൊടുക്കാം. ആ പുല്ല് അവൾ വായിൽ വെച്ച് നേരെ വീട്ടിലേക്ക് ഞൊണ്ടി നടന്നു. അവൾ മുന്നുന്റെ മുമ്പിൽ പുല്ല് കൊടുത്തപ്പോ അവൻ നല്ല രുചിയോടെ തിന്നു. അത് കണ്ട് മിൻകിമാന് സമാധാനമായി. അവളുടെ ജീവിതം ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലും അവൾ മുന്നുവിനെ നന്നായി തന്നെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പൊ അവൻ കുറച്ച് വലുതായി. പക്ഷെ നടക്കുമ്പോ ഒരു കാല് ഞൊണ്ടി നടക്കും. അത് കണ്ട് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അമ്മ എന്താ എന്നോട് പറയാത്തത്? എനിക്ക് ബോധം വന്നപ്പോ തൊട്ടേ അമ്മയും ഞാനും ഞൊണ്ടിയാ നടക്കുന്നത്. അതിന് കാരണം എന്തേലും ഉണ്ടോ അമ്മ? എന്റെ പൊന്നുമോനെ, നീ എന്നോട് ഇതിപ്പോ ചോദിക്കല്ലേ. എന്തിനാണ് ഇവനെ ഒളിപ്പിച്ചു വെക്കുന്നത്? കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവനും എന്റെ ഇരയാകാൻ പോവുകയാണ്, അവന്റെ അച്ഛനെ ചെയ്തതുപോലെ. ഈ കാര്യം കേട്ട് മിൻകിമാൻ പേടിച്ചുപോയി. എന്നിട്ട് മോന്റെ അടുത്തേക്ക് പോയി. ഷേർ സിംഗ് കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി. അമ്മ, ഈ ഷേർ സിംഗ് ആരാണ്? ഇദ്ദേഹം എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? നീ പേടിക്കണ്ട മോനെ, ഞാൻ ജീവനോടെ ഉള്ളപ്പോ നിനക്ക് ഒന്നും പറ്റില്ല. അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. 10 ദിവസം കഴിയുമ്പോ അവളുടെ കുഞ്ഞിന് 2 മാസം തികയുകയാ. അവൾ എങ്ങനെ ഷേർ സിംഗിൽ നിന്നും രക്ഷപ്പെടുത്തും?
ഇതാലോചിച്ച് 10 ദിവസം വളരെ പെട്ടെന്ന് പോയി. അന്നേ ദിവസം മിൻകി മാന്റെ നെഞ്ചിൽ വല്ലാത്ത ഒരു പേടിപ്പിക്കുന്ന പിടപെടപ്പ്. അവൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. എന്നോട് ക്ഷമിക്കണേ എന്റെ മോനുകുട്ട, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ് തടാകത്തിന്റെ അടുത്തേക്ക് പോയി. അതിന്റെ അറ്റത്ത് നിന്ന് പറഞ്ഞു, എന്റെ ഭഗവാനെ, എന്റെ ഭർത്താവിന്റെ മരണം എന്റെ കൺമുമ്പിലാ കണ്ടത്. ഇനി എന്റെ മോനും കൂടെ മരിക്കണത് കാണാൻ വയ്യ. അതിനു മുമ്പ് ഞാൻ തന്നെ എന്നെ തീർക്കാൻ പോവുകയാ. വെള്ളത്തിൽ വീണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അപ്പൊ വെള്ളത്തിൽ എന്തൊക്കെയോ ഇളക്കങ്ങൾ. അപ്പോഴേക്കും ജൽപരി പൊങ്ങി വന്നു. അവളുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. നീ ആരാണ്? ഞാൻ ജൽപരിയാണ്. എന്റെ അപാര ശക്തികളുണ്ട്. മിൻകിമാനെ, ഞാൻ നീ പറഞ്ഞതെല്ലാം കേട്ടു. നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു തരുന്നതാ. പക്ഷെ എങ്ങനെ? മിൻകിമാന്റെ നേരെ തന്നെ ജൽപരി മാന്ത്രിക വടി കാണിച്ചു. അവളുടെ കാലുകൾ അപ്പൊ ശരിയായി. എന്റെ കാലുകൾ ശരിയായല്ലോ. അപ്പൊ നിനക്ക് സന്തോഷമില്ലേ? എന്റെ മോന്റെ ജീവിതം അപകടത്തില. ഞാൻ എങ്ങനെ സന്തോഷിക്കും? നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിന്റെ കാലുകളാണ് ശരിയാക്കിയത്. അതിന്റെ കൂടെ ശക്തികളും ഉണ്ട്. നീ നിന്റെ മോന്റെ അടുത്ത് പോയി അവന്റെ വയ്യാത്ത കാലിൽ ചുംബിക്കൂ. അവനും ശരിയായിക്കോളും. ഇത്രയും പറഞ്ഞുകൊണ്ട് ജൽപരി വെള്ളത്തിലേക്ക് തിരിച്ചുപോയി. മിൻകിമാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. മുന്നുന്റെ അടുത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവൻ കരയുകയാ. അമ്മ എവിടെ പോയതാ? അമ്മക്കറിയാവോ, അമ്മനെ കാണാതെ ഞാൻ എന്തോരം കരഞ്ഞു. എന്നോട് ക്ഷമിക്ക മോനെ, ഒരു തെറ്റ് പറ്റിയതല്ലേ. ഇത് പറഞ്ഞ് മിൻകിമാൻ സ്വന്തം മോന്റെ അടുത്തേക്ക് പോയി. അല്ല മിൻകിമാനെ, നിന്റെ കാലെങ്ങനെ സുഖപ്പെട്ടു? മിൻകിമാൻ മോന്റെ അടുത്തേക്ക് പോയിട്ട് കാലുകൾ ചുംബിക്കും. അവന്റെ കാലും ശരിയാകും. ആ അമ്മ, എന്റെ കാല് ശരിയായി. അവൻ ചാടി നിന്നു. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. കൊള്ളാലോ, ഇത് വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഓടിക്കോളൂ, അല്ലെങ്കിൽ ഷേർ സിംഗ് ഇങ്ങോട്ട് വരും. അതെ അതെ, കാത്തിരിക്കൂ. കാഴ്ചകൾ ഇനിയുമുണ്ട് സുഹൃത്തേ. എല്ലാ മൃഗങ്ങളും ഷേർ സിംഗിനെ നോക്കാൻ തുടങ്ങി. മിൻകിമാൻ നിലവിളിച്ചു, ഓട് മോനെ, ഓട്. ഇത് കേട്ട് മുന്നു ഭയങ്കരത്തിൽ ഓടി. അതിന്റെ പുറകെ ഷേർ സിംഗ് ഓടി. എന്നിട്ട് ബാക്കി മൃഗങ്ങളെല്ലാം ഷേർ സിംഗിന്റെ പുറകെ ഓടി. കുറച്ചേരം കഴിഞ്ഞ് മുന്നു നേരെ തടാകത്തിന്റെ അടുത്തു പോയി നിന്നു. ഷേർ സിംഗും അവിടെ പോയി നിന്നു. ബാക്കി എല്ലാ മൃഗങ്ങളും ഈ പേടിപ്പിക്കുന്ന ദൃശ്യം കാണാൻ തുടങ്ങി. നിന്നെ ഞാൻ പിടിച്ചിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ കഴിക്കും. തടാകത്തിൽ നിന്നും ജൽപരി പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് എല്ലാ മൃഗങ്ങളും ഞെട്ടിപ്പോയി. ഷേർ സിംഗ്, നീ നിന്റെ ശക്തികൾ തെറ്റായി ഉപയോഗിക്കുന്നു. കുഞ്ഞു മൃഗങ്ങളെ പേടിപ്പിച്ച് അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരുടെ ജീവൻ നീ എടുക്കുന്നു. ഞാൻ നിന്നെയും കഴിക്കും, മനസ്സിലായോ? എന്നെ നിനക്കറിയില്ല. നിനക്കിനി മനസ്സിലാവും പേടി എന്താണെന്ന്. ജൽപരി മാന്ത്രിക വടിയെടുത്ത് ഷേർ സിംഗിനെതിരെ കാണിച്ചു. അവൻ ഒരു എലിയായി മാറി. അല്ല, ഇതെന്തു പറ്റി? ഞാൻ എങ്ങനെ എലിയായി മാറി? അവിടെ ദാ ഒരു പൂച്ച നോക്കുന്നു. എന്റെ ദൈവമേ! പേടിച്ച് എലി ഓടിയപ്പോ പുറകെ പൂച്ചയെ ഓടി. മുന്നു നേരെ അമ്മയുടെ അടുത്ത് പോയി. അമ്മ മുന്നുവിനെ സ്നേഹിച്ചു. എല്ലാ മൃഗങ്ങളും ഇത് കണ്ട് ഒച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അവരെ പേടിപ്പിക്കുന്ന ഷേർ സിംഗ് ഇപ്പോ ഒരു എലിയായി മാറി.